നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവള്ളൂർ. 19/10 ഞായറാഴ്ച റബ്ബർ വില സ്വർണം 1 ഗ്രാമിൻ്റെ മുകളിൽ 175 രൂപയും ഒരു പവൻ്റെ മുകളിൽ 1400 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 186 രൂപ 50 പൈസ, RSS 5 കിലോ 183, ISNL 20 161 രൂപ 50 പൈസ, ലാറ്റക്സ് 60% ERC 126 രൂപ 30 പൈസ ആണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 186 രൂപ 50 പൈസ, RSS 5 കിലോ 183 രൂപ. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 177, ലോട്ട് കിലോ 166 മുതൽ 171 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 122, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 50 പൈസയാണ്. ഇനി കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് 165, 25% DRC ഉള്ള 200 ലിറ്റർ ബാരൽ കൊള്ളുന്നതിന് 8250, 30% DRC ഉള്ള 200 ലിറ്റർ ബാരൽ കൊള്ളുന്നത് 9900 രൂപ, 35% DRC ഉള്ള 200 ലിറ്റർ ബാരൽ കൊള്ളുന്നത് 11550 ആണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 178 50 പൈസ, RSS 5 കിലോ 175, ISNL 20 161 രൂപ 50 പൈസ മുതൽ 162 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 108 ആണ്. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണവില 22 ക്യാരറ്റ് 1 ഗ്രാം 11,995, ഒരു പവൻ 95,960, 24 ക്യാരറ്റ് 1 ഗ്രാം 13,086, ഒരു പവൻ 1,04,688. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,814, ഒരു പവൻ 78,512. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, പച്ചത്തേങ്ങ 60 മുതൽ 80 ചകിരി ഉള്ളത്. വെളിച്ചെണ്ണ ലിറ്റർ 490, കൊപ്ര എടുത്തപടി 219, കൊക്കോ 370, കച്ചോലം മുണങ്ങിയത് 450, അടയ്ക്ക പുതിയത് 350, പഴയത് 360. കുരുമുളക് വില കുരുമുളക് കാർബിഡ് കിലോ 709, കുരുമുളക് അൺകാർബ് കിലോ 659, കുരുമുളക് പുതിയത് 679, കുരുമുളക് വയനാടൻ 680, ചേട്ടൻ 670, കുരുമുളക് നാടൻ 660 ആണ്. പൈനാപ്പിൾ പച്ച 36, പഴം 52, ചുക്ക് ബെസ്റ്റ് 250, മഞ്ഞൾ സേലം 155 ആണ്. ആഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പട്ടി കയർ 10 മുതൽ 15 ആണ്. KSRTC കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഗതാഗത മന്ത്രി KV ഗണേശകുമാർ എന്തായാലും KSRTC വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുകയാണ്. റെക്കോർഡ് കളക്ഷനുമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുടങ്ങിക്കിടന്ന പല സർവീസുകളും ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. എക്സാമ്പിൾ ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് നെടുവങ്കാവിലോട്ടുള്ള മിക്ക സർവീസുകളിലും പുനരാരംഭിച്ചു. പുനരാരംഭിക്കാൻ കാരണം കട്ടപ്പുറത്ത് പറഞ്ഞ വണ്ടികളെല്ലാം വീണ്ടും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിയപ്പോൾ വീണ്ടും അതെടുത്ത് ഉപയോഗിക്കുകയാണ്. ഇപ്പം കാലത്തിനനുസരിച്ചുള്ള വണ്ടികളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ പൊതുഗതാഗതം നല്ല രീതിയിൽ ഇപ്പോൾ നടക്കുകയാണ്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും വളരെ സന്തോഷവും മാസം തോറും അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്. KSRTCയിൽ പുതിയ ആശയം ബിസിനസ് ക്ലാസ് വരുന്നു. ഡ്രൈവർക്കൊപ്പം ബസ് ഹോസ്റ്റസും സീറ്റുകൾ എമിറേറ്റ്സ് വിമാനങ്ങൾക്ക് സമാനം. പ്രഖ്യാപനവുമായി ഗതാഗത മന്ത്രി KV ഗണേശകുമാർ.